രാവിലെ അലാറം അടിച്ച് കണ്ണു തുറന്ന് നോക്കിയപ്പോ താഴെക്കിടത്ത് ഉറക്കിയവരെ മൂളി കിടക്കുന്നത്. ഇതെങ്ങനെ ഇവൻ രാത്രിയാവുമ്പോൾ എഴുന്നേറ്റ് വന്ന് ഇങ്ങനെ നടുക്കങ്ങ് കിടക്കും കേട്ടോ. അതിട്ട് ഞങ്ങൾ അറിയാറുമില്ല. അങ്ങനെ രാവിലെ മുഖമൊക്കെ കഴിക്കും നേരെ ഉറക്കപ്പിച്ചൊക്കെ കളഞ്ഞ് അടുക്കളയിലോട്ട് കയറി. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. ഞാൻ ഇത്തിരി കഴിയുമ്പോൾ കാണിക്കാം. ഒക്കെ കഥക് തുറന്ന് ഞാൻ അവരെയൊക്കെ നോക്കിയിട്ട് നേരെ വന്ന് ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നേ, അതെടുത്തങ്ങ് പുറത്ത് വെച്ചു. പിന്നെ ഇന്നലെ അരി തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഒന്നുകൂടെ തിളയ്ക്കാൻ വേണ്ടി എടുത്തങ്ങ് വെച്ചു. 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് ചിക്കൻ്റെ തണുപ്പ് മാറിയിട്ടില്ലായിരുന്നേ. പിന്നെ ഞാനത് വെള്ളത്തിൽ പൊട്ടിച്ചൊക്കെ ഇട്ടു. ചിക്കൻ്റെ തണുപ്പ് മാറുന്ന സമയം കൊണ്ട് ഞാൻ പച്ചക്കറി കുറച്ചങ്ങ് എടുത്തു കേട്ടോ. എനിക്ക് വേണ്ടി 2 പാവയ്ക്കയും പിന്നെ കടച്ചക്കയും പയറും ഒക്കെ എടുത്തു. കടച്ചക്ക വീട്ടിൽ പണ്ട് എപ്പോഴും അമ്മ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. ഇന്ന് നൊസ്റ്റു അടിച്ചിട്ട് കടയിൽ നിന്ന് കണ്ടപ്പോൾ അപ്പം തന്നെ വാങ്ങിച്ചതാണ്. കണ്ടപാടെ തൊലിയെല്ലാം ചെത്തി കളഞ്ഞു. എപ്പോഴും മുറ്റത്തോട്ട് ഇറങ്ങാൻ വയ്യാത്തതുകൊണ്ട് വേസ്റ്റ് എല്ലാം കൂടെ ഈ പാത്രത്തിലോട്ട് തട്ടിയിട്ട് അത് നന്നായിട്ട് കഴുകി 2ആയിട്ട് മുറിച്ചു. എന്നിട്ടത് കുനുകുനാന്ന് ഇതുപോലെ മുറിച്ചെടുത്തിട്ട് എല്ലാം കൂടെ കുക്കറിലോട്ടിട്ട് ഒന്നുകൂടെ കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊച്ചുള്ളി, ഒരു വെളുത്തുള്ളി, മസാല, മഞ്ഞപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് 2 വിസിലടിക്കാൻ അങ്ങ് അടുപ്പത്തോട്ട് വെച്ചു. കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോൾ വറുത്തിരിക്കുന്ന തേങ്ങ കണ്ടിട്ട് ഞാൻ അതങ്ങ് വാങ്ങിച്ചു കേട്ടോ. അതുകൊണ്ട് ഇതാ പൊട്ടിച്ചിട്ട് ഇളക്കിയാൽ മാത്രം മതിയായിരുന്നു. ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോഴത്തേന് അതിലോട്ട് കരിയാപ്പില ഇട്ട് ചൂട് മാറാൻ വേണ്ടി സൈഡിലോട്ട് വെച്ചിട്ട് ഞാൻ നേട്ടിന്റെ അടുത്തോട്ട് പുറത്തോട്ട് ചെന്ന് കേട്ടോ. കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ ലക്കി വന്നിട്ടുണ്ട്. 1 മാസം അവളെ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി വിട്ടേക്കായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോയിൽ കാണിക്കാഞ്ഞത്. പിന്നെ താണ്ട കറിക്കകത്തോട്ട് കടുക് വറുത്തിട്ടു. ഇതിനിടയ്ക്ക് അരി തിളച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അരിയൊക്കെ ഞാൻ കയ്യോട് ഊറ്റി വെച്ചു. അപ്പുക്കുട്ടൻ ഇപ്പോൾ ഫുൾ ടൈം ഫുട്ബോൾ കളിയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഇവനത് കളിക്കുന്ന കാണുന്നതേ പേടിയാണ്. പിന്നെ ഞാൻ താണ്ട പാവയ്ക്ക എനിക്ക് വേണ്ടി ഇങ്ങനെ അരിഞ്ഞെടുത്ത് വെച്ച് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും വെള്ളം മറക്കും. അങ്ങനെ ഞാൻ ഓടിച്ചെന്ന് വെള്ളം എടുക്കാൻ പറഞ്ഞ് അത് എടുത്ത് കയ്യിൽ വെച്ച് കൊടുത്തു കേട്ടോ. ഇല്ലെങ്കിൽ അത് കൊണ്ടുപോകില്ല. അങ്ങനെ ഗേറ്റൊക്കെ തുറന്ന് വിട്ട് ഏട്ടനെയും ടാറ്റയൊക്കെ പറഞ്ഞ് വിട്ടപ്പോഴത്തേന് അപ്പുക്കുട്ടൻ അച്ഛൻ നില്ലേ ഉമ്മ തരട്ടെന്നും പറഞ്ഞ് ഓടി വന്നു. അങ്ങനെ രാവിലെ ഉമ്മയൊക്കെ കൊടുത്ത് അച്ഛനെ ജോലിക്ക് പറഞ്ഞു വിട്ടിട്ട് ഇനി അപ്പുക്കുട്ടനെ സ്കൂളിലോട്ട് പറഞ്ഞു വിടുന്ന ഓട്ടമാണ് കേട്ടോ. അവൻ ഷൂ ഇട്ടിട്ട് ഓടി വരാൻ അമ്മ നടക്കുന്നു പറയാനോ. ഞാൻ പിന്നെ അവനെയും കൊണ്ടാണ് പോയത്. അപ്പൊ പിന്നെ അത്രേ ഉള്ളൂ മക്കളെ. ടാറ്റാ ബൈ, സീ യു.